നമ്മുടെ ചുറ്റുവട്ടത്ത് എത്രയോ രോഗികളുണ്ട്. അൽഹംദുലില്ലാഹ്, എത്ര നന്ദി പറഞ്ഞാൽ നമുക്ക് മതി വരൂലല്ലോ. അള്ളാഹു നമുക്ക് ആരോഗ്യം ആഫിയത്ത് നിന്ന്. എന്നാൽ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാനൊരു ദുആ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. രാവിലെ 3 വട്ടം, വൈകുന്നേരം 3 വട്ടം ഒരാൾ ഇത് പതിവാക്കിയാൽ രോഗങ്ങളെ കൊണ്ട് അള്ളാഹു പരീക്ഷിക്കൂല. സർജറി പോലെയുള്ള ശരീരത്തെ കീറി മുറിക്കുന്ന അവയവങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് ഡോക്ടർമാർ പറയുന്ന ഒരു ബുദ്ധിമുട്ടും അവന് കൊടുക്കൂല. അവൻ ഈമാനില്ലാതെ മരണപ്പെടൂല. ഒരിടങ്ങേറും അവനുണ്ടാകൂല. ദുനിയാവിലും ആഖിറത്തിലും ഉന്നത സ്ഥാനം കിട്ടുമെന്ന് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ച ഈമാൻ ഊട്ടിയുറപ്പിക്കാൻ കഴിയുന്ന അത്ഭുതകരമായ ഒരു ദുആ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാനുള്ള തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫാ വസ്സലാം അലാ ഇബാദിഹി നിഅമ അമ്മാ ബഅദ്. എൻ്റെ പ്രിയമുള്ള മുഹബ്ബീങ്ങളെ, എല്ലാവർക്കും റാഹത്തല്ലേ? അല്ലാഹ് അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, നമുക്കറിയാം നമ്മുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള സഞ്ചാരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനലിലൂടെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്, സഹോദരങ്ങളുണ്ട്, വാപ്പമാരുണ്ട്, ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് വിശ്വാസിനികൾ ഇത് കേൾക്കുകയാണ്. ഓരോരുത്തരുടെയും മനസ്സിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട്. രോഗം കൊണ്ടുള്ള വിഷമങ്ങൾ, പ്രയാസങ്ങൾ, കുടുംബത്തെ രോഗമാണ്, മാറുന്നില്ല ഉസ്താദേ, ഇന്ന മരുന്ന് കഴിക്കാണ്, BP ആണ്, കൊളസ്ട്രോൾ, അങ്ങനെ എത്രമാത്രം രോഗങ്ങൾ. പക്ഷേ നമുക്കത് വലുതാണ് എങ്കിലും നമ്മൾ പല ഹോസ്പിറ്റലിലേക്ക് നമ്മളൊന്ന് പോകുമ്പോൾ, ചില അത്യാസന്നമായ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ, കാഷ്വാലിറ്റി പോലെയുള്ള എമർജൻസി വിഭാഗത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഓരോ രോഗികളെ കാണുമ്പോൾ നമ്മൾ അറിയാതെ പറയും, അൽഹംദുലില്ലാഹ്, ഈ പ്രശ്നം എനിക്ക് തന്നില്ലല്ലോ അല്ലാഹ് എന്ന്. അല്ലേ? നമുക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കാം, അതിനേക്കാൾ ബുദ്ധിമുട്ടും പ്രയാസം അനുഭവിക്കുന്ന എത്രയോ രോഗികൾ നമുക്കുണ്ട്. ഒന്നാലോചിച്ച്, കൈ മുറിച്ച് മാറ്റപ്പെട്ടവർ, ഷുഗർ കാരണം കാല് മുറിക്കാൻ പറഞ്ഞവർ, കൈ മുറിക്കാൻ പറഞ്ഞവർ, വിരൽ മുറിച്ചവർ, ചെവി മുറിച്ച് മാറ്റിയവർ, കണ്ണ് ഓപ്പറേഷൻ ചെയ്തവർ, അങ്ങനെ തുടങ്ങിയ സർജറികൾ, ശരീരത്തെ കീറി മുറിക്കുന്ന എത്രയോ സർജറികൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. എത്ര സർജറി ചെയ്തവരുണ്ട്, ഒന്നല്ല രണ്ടല്ല, എത്രയോ സർജറി ചെയ്തു. നമുക്കറിയാം, നമുക്ക് രോഗം വലുതാണെങ്കിൽ അതിനേക്കാൾ വലിയ പരീക്ഷണം നൽകിയ എത്രയോ ആളുകൾ നമ്മൾക്കിടയിലുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, എൻ്റെ പ്രിയപ്പെട്ട സാധുവായ ഉമ്മ ഇന്ന് ഖബറിലാണ്. ആ ഉമ്മയ്ക്ക് അള്ളാന്റെ പരീക്ഷണം ക്യാൻസർ എന്ന് പറയുന്ന രോഗം ഉണ്ടായിരുന്നു. ആ രോഗത്തിന് ചികിത്സയുമായി ബന്ധപ്പെട്ട് ഉമ്മയ്ക്ക് രോഗമാണെന്ന് അറിഞ്ഞപ്പോൾ വല്ലാത്ത ബേജാറായി, വല്ലാത്ത സങ്കടമായി, ഒരുപാട് പ്രാർത്ഥനകളിലായി. അല്ലാഹുവേ, മുസീബത്ത് ഞങ്ങൾക്ക് തന്നല്ലോ എന്ന് വല്ലാത്ത പരാതിയും പരിഭവമൊക്കെ നമ്മൾ പറഞ്ഞു. നമുക്ക് തയ്ക്കാൻ കഴിയില്ല. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുമായി തിരുവനന്തപുരം ജില്ലയിലെ RCC എന്ന് പറയുന്ന ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ കൊണ്ടു ചെന്നപ്പോൾ, അവിടെ ട്രീറ്റ്മെന്റ് നടന്നപ്പോൾ ഓരോ ഉമ്മമാരെ വീൽ ചെയറിലായി കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ സ്ട്രക്ചറിൽ കൊണ്ടുവരുന്നത്, ശരീരത്തിലെ തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ പൈപ്പുകൾ ഇട്ടുകൊണ്ട്, അല്ലാഹുവേ, കണ്ടാൽ തന്നെ കണ്ണടഞ്ഞു പോകുന്ന സങ്കടപ്പെടുത്തുന്ന ദുരന്തങ്ങളാണ് നമ്മൾ അതിൽ കാണാൻ കഴിഞ്ഞത്. ആ സമയത്ത് അറിയാതെ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, വീട്ടിൽ നിന്ന് സാധാരണ പോകുന്നത് പോലെയാണ് എൻ്റെ ഉമ്മ നടന്നു പോയിക്കൊണ്ടിരുന്നത്. ഹോസ്പിറ്റലിലേക്ക് നടന്നാണ് ഉമ്മ കയറുക, പ്രശ്നമൊന്നുമില്ല. തിരിച്ചും അതുപോലെ തന്നെ കീമോ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ കുറച്ച് ക്ഷീണവും ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആരും ഉമ്മയെ പിടിച്ചിട്ടില്ല. പക്ഷെ അവസാനം കുറച്ചൊക്കെ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക്, ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു ഖബർ വിശാലമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, എത്ര നന്ദി പറഞ്ഞാലും മതി വരൂല. നമുക്കൊരു മുട്ടുവേദന വരുമ്പോൾ നമ്മൾ പറയണം, എനിക്ക് മാത്രം എന്തേ ഇങ്ങനെ പ്രശ്നങ്ങൾ വരാൻ? നിസ്കാരത്തിനാണെങ്കിൽ കുറവില്ല, ഇരുന്നാണെങ്കിൽ നിസ്കരിക്കാണ്, എന്നിട്ട് റബ്ബ് എനിക്ക് അസുഖങ്ങൾ മാറ്റുന്നില്ല എന്ന് നമ്മൾ പരാതി പറയില്ല. അള്ളാന്റെ വിഭാഗത്തിൽ നിങ്ങൾ ഒരാളും വിദൂരത്താകാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. എന്റെ പ്രിയമുള്ളവരെ, നമുക്കറിയാം ഒരുപാട് സർജറികൾ നടക്കുന്ന സമയമാണ്, ഇല്ലേ? കൈമക്കാലുകൾ, അങ്ങനെ തുടങ്ങി എത്രയോ ശരീരത്തിൽ കത്തിവെച്ച് മുറിക്കുന്ന എത്രയോ സർജറികൾ നടക്കാണ്. എന്നാൽ നബി തങ്ങൾ പറഞ്ഞു, രാവിലെ നിങ്ങളൊന്ന് ദുആ ചെയ്താൽ 3 വട്ടം, വൈകുന്നേരം 3 വട്ടം നിങ്ങൾ ദുആ ചെയ്താൽ ഉറപ്പായും നിങ്ങൾക്ക് സർജറി പോലെയുള്ള ദുരന്തങ്ങൾ, പ്രശ്നങ്ങൾ നിങ്ങൾക്ക് കടന്നു വരൂല. മാരകമായ രോഗങ്ങളല്ല തരൂല, ശരീരത്തിലെ രോഗങ്ങൾ തരൂല. മറ്റൊന്ന്, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈമാൻ അധികരിപ്പിക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഈമാൻ നമുക്ക് വ്യതിചലിക്കൂല, ഈമാൻ നഷ്ടപ്പെട്ടവരെ മരിക്കപ്പെടൂല, ഉറപ്പാണ്. നമുക്കറിയാം, ഒരു മനുഷ്യന്റെ ആഖിബത്ത് തീരുമാനിക്കുന്ന അവസാന സമയത്താണ്. അവൻ വിജയിയാണോ പരാജിതനാണോ എന്ന് തീരുമാനിക്കുക അവസാനത്തിലാണ്. കലിമ പറയാൻ പറ്റുമെന്നറിയില്ല. ശപിക്കപ്പെട്ടവനായ പിശാച് കടന്നു വന്നുകൊണ്ടടാ, നീ മുസ്ലിമാണ്, അതുകൊണ്ട് വെള്ളം വേണോ, ഞാൻ തരാം, അത് കലിമ പറഞ്ഞേ, നിങ്ങൾ സുജൂദ് ചെയ്തേ, ഈമാൻ തെറ്റിപ്പോകും. അതുകൊണ്ട് നബി തങ്ങൾ എപ്പോഴും ദുആ ചെയ്തു, പടച്ചവനേ, യാ മുഖല്ലിബൽ ഖുലൂബ്, എന്റെ ഹൃദയത്തെ മാറ്റി മറിക്കുന്നവനേ, അല്ലാഹുവേ, ഈ ദീനില്ലാമ നിലനിർത്തി തരണേ എന്ന് നബി തങ്ങൾ എപ്പോഴും ദുആരുന്നു. നബി തങ്ങൾ പറഞ്ഞു, ഈ ദുആ പതിവാക്കുന്നവർക്ക് ഒന്നാമത് കിട്ടുന്നത് ആരോഗ്യം, ആഫിയത്തും, സർജറി പോലെയുള്ള
രോഗങ്ങൾ അള്ളാഹ് കൊടുക്കൂല. രണ്ടാമത്തത് ഈമാൻ വർദ്ധിപ്പിച്ച് കൊടുക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാഫിറായിട്ട് മരിക്കൂല. മൂന്നാമത് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഖബറിൽ അദാബുകൾ ഉണ്ടാകൂല. നമുക്കറിയാം നബി തങ്ങൾ പറഞ്ഞില്ലേ, ഖബർ എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത അത്ഭുതമാണ്. നബി തങ്ങൾ പറഞ്ഞു അല്ലാഹു മാ റഅയ്തു മല്ലറൻ ഖത്തു വൽ ഖബറു അഫ്ളഉ മിൻഹു യാ സുഹാബ. സുഹാബ, റജബിന്റെ 27ന്റെ പകലിൽ രാത്രിയിൽ ഞാൻ ഒരുപാട് കാഴ്ചകൾ കണ്ടു. അതിനേക്കാൾ ഭീമത്സകമാണ്, അതിനേക്കാൾ പേടിപ്പെടുത്തുന്നതാണ് ഖബർ എന്ന് അള്ളാഹുവിന്റെ റസൂൽ. സുഹാബത്ത് ഖബർ എന്ന് കേൾക്കുമ്പോഴേ കരയുമായിരുന്നു. നമുക്ക് പേടിയൊന്നുമില്ല, നമ്മൾ തോന്നിയ പോലെ ജീവിക്കാണ്. പ്രിയമുള്ള വാപ്പമാരെ, ഉമ്മമാരെ, ഇന്ന് നമ്മൾ മരണപ്പെട്ടു പോയാൽ നമ്മളെ കൊണ്ടുവന്ന് ഖബറടക്കിൽ ആരും വരൂല. ആ ഖബറില് നമുക്ക് തുണയായി, നമുക്ക് രക്ഷയായി ഈ ദുആ വലിയ പ്രകാശമായി കടന്നു വരുമെന്ന് ആരംഭപ്പൂവായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഹാബത്തിനോട് തങ്ങൾ പഠിപ്പിക്കുന്നു. ഏതാണ് ആ പ്രാർത്ഥനകം എന്നല്ലേ? ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ് നമ്മൾ രോഗികളാണ്. ആ രോഗങ്ങൾ ശിഫയാകാൻ ഇതൊരു കാരണമാണ്. മാരക രോഗങ്ങൾ വരാതിരിക്കാൻ ഇതൊരു കാരണമാണ്. ആത്മാർത്ഥതയോടെ പഠിച്ചെടുത്തോളം കേൾക്കുമ്പോൾ ഇത്രയും വലുതായിരുന്നു ഇല്ല, ഒരു മിനിറ്റ് പോലും വേണ്ടി ഇതൊന്ന് പറയാൻ കൽബിൽ തട്ടി ഇങ്ങനെ പറഞ്ഞത് മനപ്പാടമാക്കിയാൽ എളുപ്പമാണ്. അല്ലാഹു അമർ ചെയ്യാ ഭാഗ്യം തരട്ടെ. ഏതാണ് ആ ദുആ? അതാണ് ഈ സ്ക്രീനിൽ കാണുന്നത്. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ ബസ്വരി, അല്ലാഹുമ്മ ആഫിനി ഫീ സംഇ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖരി, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി ലാ ഇലാഹ ഇല്ലാ അന്ത്. ഒന്നുകൂടെ കേട്ടോ. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ ബസ്വരി, അല്ലാഹുമ്മ ആഫിനി ഫീ സംഇ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖരി, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി ലാ ഇലാഹ ഇല്ലാ അന്ത്. അല്ലാഹുമ്മ അല്ലാഹുവേ ആഫിനി, നീ ആഫിയത്ത് തരണേ അല്ലാ. ഫീ ബദനി, എൻ്റെ ശരീരത്തിന് നീ ആഫിയത്ത് തരണേ അല്ലാ. അല്ലാഹുമ്മ ആഫിനി ഫീ ബസ്വരി, പടച്ചവനെ എൻ്റെ കാഴ്ചക്ക് അല്ലാഹുവേ നീ ഒരു കോട്ടവും വരുത്തല്ലയല്ലാ. തിമിരം പോലെയുള്ള ഓപ്പറേഷൻ ചെയ്യാനിട വരുത്തല്ലയല്ലാ. കണ്ണിന്റെ കാഴ്ച കുറയുന്ന അവസ്ഥ തരല്ലയല്ലാ. ആഫിയത്ത് തരണയല്ലാ. അല്ലാഹുമ്മ ആഫിനി ഫീ സംഇ, പടച്ചവനെ ഇയർബഡ്സ് വെക്കേണ്ട അവസ്ഥ തരല്ലയല്ലാ. ചെവിവേദന വരുന്ന രോഗങ്ങൾ തരല്ലയല്ലാ. അല്ലാഹുവേ കേൾവി സംബന്ധമായ പ്രശ്നങ്ങൾ തരല്ലയല്ലാ. എൻ്റെ കേൾവിക്ക് നീ ആഫിയത്ത് തരണയല്ലാ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖർ, ദാരിദ്ര്യം തരല്ലയല്ലാ. ഒരാളുടെ മുന്നിലും കൈനീട്ടുന്ന അവസ്ഥ തരല്ലയല്ലാ. ഈമാനോടെ ഇല്ലാതെ മരിപ്പിക്കല്ലയല്ലാ. പടച്ചവനെ ഈമാനോടെ കലിമ പറഞ്ഞു മരിക്കാൻ ഭാഗ്യം തരണയല്ലാ. തീർന്നില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ, അല്ലാഹുവേ ഖബർ ശിക്ഷയെ തൊട്ട് കാവൽ തരണയല്ലാ. ലാ ഇലാഹ ഇല്ലാ അന്ത്, നീയാണ് ആരാധനക്കർഹൻ. ഈ അർത്ഥം വരുന്ന പ്രാർത്ഥന എന്തൊക്കെ ഉള്ളടക്കമുണ്ടെന്ന് നോക്കി. രാവിലെ 3 വട്ടം, വൈകുന്നേരം 3 വട്ടം നിങ്ങൾ പതിവാക്കിയാൽ ഉറപ്പായും നിങ്ങൾക്ക് അല്ലാഹു സംരക്ഷണ കവചം തീർക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയമുള്ളവരെ, ആലോചിച്ച് നോക്കിയേ, നമ്മൾ കിടന്ന കിടപ്പിലങ്ങ് നിന്ന നിൽപ്പിലങ്ങ് കിടപ്പിലായ ആരുണ്ട്? നമ്മുടെ ഭാര്യ നോക്കോ, ഭർത്താവ് നോക്കോ, ഒരു പരിധിയുണ്ട്. മക്കള് നോക്കോ, ഒരു പ്രതീക്ഷയും വേണ്ട. കിടന്ന കിടപ്പില് മലമൂത്ര വിസർജനം ചെയ്തിട്ട് പടച്ചോനെ ഇതൊന്ന് ചത്ത് കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് എത്ര മാതാപിതാക്കളെ കുറിച്ച് മക്കൾ പറഞ്ഞിട്ടുണ്ട്. നഊദു ബില്ലാഹ്, അല്ലാഹ് കാക്കട്ടെ. ആരും വരൂല ഉമ്മ. പക്ഷെ മരിക്കുന്ന സമയം വരെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ സ്വന്തമായി ഉദുഅ ചെയ്ത് സ്വന്തമായി എഴുന്നേറ്റ് നമസ്കരിക്കുന്ന ആഫിയത്തോടെ സുഖമായി മരിക്കണം. ഒരാൾക്കൊരു ബുദ്ധിമുട്ടില്ല. ആരും നമ്മളെ മൂത്രം എടുക്കാൻ വന്നില്ല, ആരും നമ്മളെ കാഷ്ടം എടുക്കാൻ വന്നില്ല, ആരും നമ്മളെ കൈപിടിച്ച് ബാത്റൂമിൽ കൊണ്ടുപോയില്ല, ആരും നമ്മളെ കഴുകിത്തരാൻ വന്നില്ല. നമ്മൾ തന്നെയാണ് ചെയ്യുക. കിടന്നു, രാവിലെ എഴുന്നേൽക്കുമ്പോൾ പുഞ്ചിരിയോടെ കിടക്കുന്നു, മരണപ്പെട്ട്. അങ്ങനെയുള്ള മരണം വേണ്ടേ? ഈ ദുആ നിങ്ങൾ അധികരിപ്പിക്കും. ഈ ദുആ നിങ്ങൾ അധികരിപ്പിച്ചാൽ ഉറപ്പായും അല്ലാഹു നിങ്ങളെ വിടൂല. അല്ലാഹു നിങ്ങളെ വെറുതെ വിടൂല. നിങ്ങൾക്ക് ഉന്നതമായ സ്ഥാനം തരും. പിന്നെയോ ദാരിദ്ര്യം തരൂല. കടങ്ങൾ കൊണ്ട് വലയുന്നവരാണ് ദ്വാരനോളി. കടങ്ങൾ വീടാൻ ആരോഗ്യം തരും, ജോലി കണ്ടെത്തി തരും. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഈ പ്രാർത്ഥന നബിതങ്ങൾ ചൊല്ലിയിരുന്നു, മഹാന്മാർ ചൊല്ലിയിരുന്നു. അവർക്ക് അതിന് അനുഭവമുണ്ട്. ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ് സുബഹി കഴിഞ്ഞൊരു 3 വട്ടം, മഗ്‌രിബ് കഴിഞ്ഞൊരു 3 വട്ടം പതിവാക്കിക്കോളിൻ. മക്കളെ പഠിപ്പിക്കിൻ, ഭർത്താവിനെ പഠിപ്പിക്കിൻ, കൂട്ടുകാരെ പഠിപ്പിക്കിൻ. ഇതുപോലെയുള്ള ഉപകാരപ്രദമായ അറിവുകൾക്ക് ഇൻഷാ അല്ലാഹ് വോയിസ് ഓഫ് ഷഫീഖ് ബദ്രി എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും രാവിലെ ഇതുപോലെ ഉപകാരപ്രദമായ ഒരു വീഡിയോ നിങ്ങളിലേക്ക് വരും. ഇൻഷാ അല്ലാഹ് വൈകുന്നേരം സ്വലാത്തും ദിക്റുമായി അല്പസമയം അല്ലാഹുവിന് വേണ്ടി നമ്മൾ ചെലവഴിക്കാൻ. അങ്ങനെ എല്ലാ ദിവസവും മുടങ്ങാതെ രാവിലെയും വൈകുന്നേരം ഓരോ വീഡിയോ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കാൻ. അത് നിങ്ങളിലേക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ അറിവ് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അത് അറിവ്
എത്തിച്ചു കൊടുക്കുന്ന സ്വതക്കയാണ്. അതോടൊപ്പം ഈ വിനീത നേതൃത്വം കൊടുക്കുന്ന ആത്മീയ മജ്‌ലിസ് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഹദ്ദാദ് റാത്തീബോട് കൂടി തുടങ്ങി മഹാന്മാരുടെ ചരിത്രം ഇമ്പമാർന്ന മാപ്പിളപ്പാട്ടിലൂടെ പാടി പറയുന്ന ഒരു മജ്‌ലിസാണ്. അസ്മാഉൽ ഹുസ്നയും തിബ്ബു സ്വലാത്തും ചൊല്ലി ആയിരങ്ങൾ സംഗമിക്കുന്ന മജ്‌ലിസ് ഇൻഷാ അല്ലാഹ് ബദറിൻ തീരം എന്ന യൂട്യൂബ് ചാനലിലൂടെ നമ്മുടെ തന്നെ സംരംഭമാണ്. ബദറിൻ തീരം എന്ന യൂട്യൂബ് ചാനലിലൂടെ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ആയിരങ്ങൾ ദുആ വസിയത്ത് ചെയ്യുന്ന ആമീൻ പറയുന്ന ഒരു മജ്‌ലിസ് ഉണ്ട്. എല്ലാവരെയും അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അല്ലാഹ് സ്വീകരിക്കുമാറാകട്ടെ. കമന്റിലൂടെ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും വസിയത്തുകൾ കാണുന്നുണ്ട്, മറുപടിയൊക്കെ തരുന്നുണ്ട്. അല്ലാഹ് സ്വീകരിക്കുമാറാകട്ടെ. ദുആരക്കുന്നുണ്ട്. നിങ്ങളും ഇനി ഇതിനു വേണ്ടി ദുആരക്കണം. അല്ലാഹ് സ്വീകരിക്കുമാറാകട്ടെ. പുതിയൊരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.